സാറിന് ഓങ്കോളജിയിൽ മാത്രമല്ല, ഹീമറ്റോളജി അതുപോലെ തന്നെ മെഡിസിൻ്റെ പല ശാഖകളിലും സാറിന് ബിരുദാനന്തര ബിരുദമുണ്ട്. ഈ ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന് പറയുമ്പോൾ വെറും മരുന്ന് മാത്രം നിർദ്ദേശിക്കുന്ന ഒരാളല്ല. അവർക്ക് വളരെ സാന്ത്വനം കൊടുക്കണം, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരു പിതൃ സാമീപ്യം പോലെ ആ രോഗികളോട് പെരുമാറുവാനുള്ള മാനസിക അവസ്ഥ ഉണ്ടായിരിക്കണം. ഇതൊക്കെ സാറിലുണ്ട്. അതുകൊണ്ടാണ് സാറിൻ്റെ രോഗികൾ എല്ലാം തന്നെ സാറിനൊരു ഒരു ഡോക്ടർ രോഗി ബന്ധത്തിന് അപ്പുറത്തുള്ള ഒരു ബന്ധത്തിലേക്ക് സാറിൻ്റെ അത്തരം ബന്ധങ്ങൾ ഇങ്ങനെ നമുക്ക് സാറിൻ്റെ ഈ അനുഭവങ്ങൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് അതിൽ വാണ്ട ഷോർട്ട്റിഡ്ജ് എന്ന് പറയുന്ന അമേരിക്കയിലെ വിശ്രുതയായ ഒരു കവയത്രിയുണ്ട്. അവർ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു, സാറിൻ്റെ ചികിത്സയിലായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അവയവത്തിൽ ക്യാൻസർ പിടിപെടുന്നു, അത് ചികിത്സിച്ച് മാറ്റുമ്പോഴത്തേക്കും മറ്റൊരു ഭാഗത്തേക്ക് ആ രോഗം പടരുന്നു, പിന്നെ സാർ അവിടെ ചികിത്സിക്കുകയാണ്. അപ്പോൾ വളരെ രസകരമായൊരു തമാശ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് രാജവെമ്പാലകളുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു വിഷകുരൻ രാജവെമ്പാല മറ്റ് പാമ്പുകളെ ഭക്ഷിക്കുന്ന പോലെ എൻ്റെ ഓരോ ക്യാൻസറിനായിട്ട് കൊല്ലുകയാണ്. അങ്ങനെ രാജവെമ്പാലെ പോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവർ സാറിന് എൻ്റെ പേരിൽ ഒരു കവിതയും തന്നെ എഴുതിയിട്ടുണ്ട്. അവരുടെ ആ ഒരു കളക്ഷനിൽ ആ കവിതയുമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈ ക്യാൻസർ കൺസൾട്ടൻ്റാണ് സാറ്. അത്തരം ഉപദേശങ്ങളുമൊക്കെ ഇന്ന് അവർ തേടുന്നത് സാറിൽ നിന്നാണ്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ക്യാൻസർ ചികിത്സാ രംഗങ്ങളിലുമൊക്കെ തന്നെ സാറിൻ്റെ ഉപദേശപ്രകാരമാണ് പലതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ചെറിയാൻ മെമ്മോറിയൽ, അതിലുമൊക്കെ സാറ് അഡ്വൈസറാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം അമേരിക്കയിലാണ് ജീവിക്കുന്നതെങ്കിലും ആഗോളതലത്തിൽ ഈ ക്യാൻസർ രോഗ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൈനിക്കര കുമാരപിള്ള, പത്മനാഭപിള്ള ഇവരെല്ലാവരും തന്നെ വലിയ സാഹിത്യകാരന്മാരായിരുന്നു. ആ ഒരു പാരമ്പര്യം, ആ ഒരു സമ്പർക്കം ഉണ്ടായിട്ടുള്ള ഒരു വാസനയും അഭിരുചിയും അതിലൊക്കെ ഉപരി അനുഗ്രഹീതമായ ഒരു സാഹിത്യ ആസ്വാദനത്തിനുള്ള ഒരു കഴിവും സാറിനുണ്ട്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സാർ ഒരു ലേഖനം എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോഴോ അതിലെല്ലാം തന്നെ സർഗാത്മകതയുടെ ഒരു വലിയ സ്പർശം നമുക്ക് അതിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഒരു പ്രഭാഷണം തുടങ്ങിയാൽ ഒരു പോയിന്റിനെ ഇങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് അതിൽ ഉദ്ധരണികൾ കാണും, തമാശകൾ കാണും, സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പാഠങ്ങൾ നമുക്കതിൽ കാണും. എന്നിട്ട് തുടങ്ങിയെടുത്ത് തന്നെ അതിമനോഹരമായി കൊണ്ട് നിർത്തുന്നത് കാണാം. ഈ പുസ്തകത്തിൽ നമുക്ക് അങ്ങനെ ധാരാളം തെളിവുകൾ അതിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു, സാർ ഒരുപാട് അവതാരികകൾ എഴുതിയിട്ടുണ്ട്. ആ അവതാരിക വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് മലയാളത്തിലെ ഏതൊരു ലബ്ധപ്രതിഷ്ഠനായ നിരൂപകനോ അല്ലെങ്കിൽ സാഹിത്യകാരനോ എഴുതുന്ന അതേ നിലവാരത്തിലും അതേ ഔന്നത്യത്തിലുമാണ് സാർ അതെല്ലാം രചിച്ചിരിക്കുന്നത്. അപ്പോൾ സാറിൽ ആ ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റ് സാർ ഒരിക്കൽ പോലും അതിനെ പാഴാകാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ സമയക്കുറവുകൊണ്ടായിരിക്കാം അദ്ദേഹം മറ്റ് സർഗ രചനകളിലേക്ക് അധികമായിട്ട് വരാത്തത്.